IPL മിനി താരലേലത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഡിസംബർ 16-ന് അബുദാബിയിൽ വെച്ചരങ്ങേറുന്ന ഓപ്ഷൻ ഇന്ത്യൻ സമയം 2:30 ആരംഭിക്കും. സ്ലോട്ടുകൾ, അതിൽ 31 ഓവർസീസ് സ്ലോട്ടുകൾ. 1355 പേരുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 359 താരങ്ങൾ, 244 ഇന്ത്യൻ കളിക്കാർ, 115 ഓവർസീസ് താരങ്ങൾ, 2 കോടി ബേസ് പ്രൈസ് ഉള്ള 40 പേർ. ഏറ്റവും കൂടുതൽ സ്ലോട്ടുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 13. തൊട്ട് താഴെ 10 സ്ലോട്ടുകൾ ഫിൽ ചെയ്യേണ്ട സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഒരു ടീമിൽ മാക്സിമം 25 കളിക്കാർ വരെ ഉണ്ടാകാം. മിനിമം 18 പേരെങ്കിലും ടീമിൽ വേണം. 8 ഓവർസീസ് താരങ്ങളുടെ സ്ലോട്ടുകളാണ് ഓരോ ടീമിനും അനുവദിച്ചിട്ടുള്ളത്. നോക്കാം ഓപ്ഷനിലെ വലിയ പേരുകൾ ഏതൊക്കെയെന്ന്. ഒപ്പം സുപ്രധാന ടീമുകൾ നോട്ടമിടുന്ന താരങ്ങളും. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനാണ് ഇക്കുറി ഓപ്ഷനിലെ ഹോട്ട് ടോപ്പിക്. പല ടീമുകളും ഗ്രീനായി വലവിരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അക്കൂട്ടത്തിൽ CSKയും KKRും ഒക്കെയുണ്ട്. IPL റെക്കോർഡുകൾ പലതും തകർക്കുന്ന ഒരു ബിഡ് സംഭവിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. ലിയാം ലിവിങ്സ്റ്റൺ, ജാമി സ്മിത്ത് തുടങ്ങിയ ഓവർസീസ് താരങ്ങളും ഓപ്ഷനിലെ ഫേവറേറ്റ് നെയിമുകളാണ്. 64 കോടി പേഴ്സിലുള്ള കൊൽക്കത്തയും 43 കോടി കയ്യിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലായിരിക്കും ഓപ്ഷനിൽ യുദ്ധമരങ്ങെടുക്കുക. പല വമ്പന്മാർക്കായും ഇരു ടീമുകളും ഇപ്പോൾ തന്നെ വലയെറിഞ്ഞു കഴിഞ്ഞു. സഞ്ജു സാംസന്റെ വരവോടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ വലിയ ആവേശത്തിലാണിപ്പോൾ. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങളുടെ കഥ പറയാനുള്ള CSK ആ ലെഗസി നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ്. 4 വിദേശ താരങ്ങളുടേതടക്കം 9 സ്ലോട്ടുകളാണ് CSKയിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഒരു എലൈറ്റ് ഓവർസീസ് ഓൾറൗണ്ടർ ഓർ ഒരു ഫിനിഷർ. ചെന്നൈ ഇക്കുറി ആദ്യം നോട്ടമിടുന്നത് ഇതിനായാവും. കഴിഞ്ഞ ലേലത്തിൽ ലിയാം ലിവിങ്സ്റ്റനായി ചെന്നൈ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ RCB ഇംഗ്ലീഷ് താരത്തെ റാഞ്ചുന്നു. ഇക്കുറിയും ലിവിങ്സ്റ്റനായി ചെന്നൈ രംഗത്തിറങ്ങും എന്നുറപ്പാണ്. മദീഷ പതരാനെ റിലീസ് ചെയ്ത ചെന്നൈ താരത്തെ മിനി ഓപ്ഷനിൽ കുറഞ്ഞ തുകയ്ക്ക് തിരിച്ചെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ അതിന് സാധിച്ചില്ല എങ്കിൽ മറ്റൊരു ഓവർസീസ് പേസർക്കായുള്ള ശ്രമം നടത്തും. രവീന്ദ്ര ജഡേജയ്ക്ക് റീപ്ലേസ്മെന്റിനെ കണ്ടെത്താൻ പാടാണെങ്കിലും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ചില താരങ്ങളെ ടീം നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മിഡിൽ ഓർഡർ ശക്തിപ്പെടുത്താനും ടീമിന് പദ്ധതിയുണ്ട്. കാമറൂൺ ഗ്രീൻ, വെങ്കിടേഷ് അയ്യർ, ലിയാം ലിവിങ്സ്റ്റൺ, ജേസൺ ഹോൾഡർ, ക്രിസ്വെൽ, പ്രശാന്ത് വീർ, സണ്ണി സന്ധു, മുസ്തഫിസുർ റഹ്മാൻ തുടങ്ങി പലരും ടീമിന്റെ റഡാറിലുണ്ട്. 64 കോടി കയ്യിലുള്ള KKRന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ലോട്ടുകൾ ഫിൽ ചെയ്യേണ്ടതും. ആൻഡർ റസൽ അടക്കം തങ്ങളുടെ സുപ്രധാന താരങ്ങളിൽ പലരെയും ഇക്കുറി ടീം റിലീസ് ചെയ്തു. 6 ഓവർസീസ് സ്ലോട്ടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ക്വിന്റൻ ഡീകോക്കും റഹ്മാനുള്ള ഗുർബാസും പോയ ഒടുവിലേക്ക് ഒരു എക്സ്പ്ലോസീവ് ഓവർസീസ് ഓപ്പണർക്കായുള്ള ശ്രമം KKR നടത്തും എന്ന കാര്യം തീർച്ചയാണ്. വിക്കറ്റ് കീപ്പർ സ്ലോട്ടും ഫിൽ ചെയ്യണം. ആൻഡർ റസലിന് പകരമായി കാമറൂൺ ഗ്രീനിനെയാണ് KKR നോട്ടമിടുന്നത്. ഒപ്പം ആൻഡ്രിച്ച് നോർക്കിയും സ്പെൻസർ ജോൺസണും പോയ ഒടുവിലേക്ക് 1 or 2 വിദേശ പേസർമാർക്കായും ടീം ശ്രമം നടത്തും. നിലവിലെ ചാമ്പ്യന്മാരായ RCBയുടെ പേഴ്സിൽ 16 കോടി രൂപയാണ് ബാക്കിയുള്ളത്. 2 ഓവർസീസ് സ്ലോട്ട് അടക്കം 8 സ്ലോട്ടുകൾ ഫിൽ ചെയ്യാനുണ്ട്. പരിക്കിന്റെ പിടിയിലായ ജോഷ് ഹേസൽവുഡിന് ഒരു ഓവർസീസ് ഫാസ്റ്റ് ബോളിംഗ് ബാക്കപ്പിന് ടീം ശ്രമം നടത്തിയേക്കും. ലിവിങ്സ്റ്റൺ റീപ്ലേസ്മെന്റായി ഒരു മിഡിൽ ഓർഡർ ബാറ്ററിയും ടീം നോട്ടമിടുന്നുണ്ട്. ലേലത്തിന് മുമ്പേ റിട്ടേൺ ചെയ്ത സ്ക്വാഡിനെ കൊണ്ട് വലിയ ചർച്ചയായ ഫ്രാഞ്ചൈസിയാണ് ഹർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ്. പോയ സീസണിലെ സ്ക്വാഡിലെ ഭൂരിഭാഗം പേരെയും നിലനിർത്തിയ ടീമിന്റെ കയ്യിൽ ബാക്കിയുള്ളത് 2.75 കോടിയാണ്. ഒരു ഓവർസീസ് സ്ലോട്ട് അടക്കം 5 സ്ലോട്ടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ചില ഇന്ത്യൻ ബാക്കപ്പുകൾക്കായാണ് ടീം ഓപ്ഷനിൽ ശ്രമം നടത്തുക. ഒരു ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൗണ്ടർ, ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ, ഒരു ലെഫ്റ്റ് ആം പേസ് ബോളർ. മുംബൈയുടെ പ്ലാനുകളിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പ്രതിഭ തെളിയിച്ച ചില പേരുകളുണ്ട്. നിലവിലെ റണ്ണറപ്പുകളായ പഞ്ചാബിന്റെ കയ്യിൽ 11 കോടിയാണ് ബാക്കിയുള്ളത്. ഒഴിഞ്ഞു കിടക്കുന്നത് 2 ഓവർസീസ് താരങ്ങളുടെ അടക്കം 4 സ്ലോട്ടുകൾ. ജോഷ് ഇംഗ്ലിസിനും ഗ്ലെൻ മാക്സ്വെലിനും പകരക്കാരെ കണ്ടെത്തണം. ഒപ്പം ഒരു ബാക്കപ്പ് ഓവർസീസ് പേസർക്കായും ടീം ശ്രമം നടത്തിയേക്കും. 2 ഓവർസീസ് താരങ്ങളുടേതടക്കം 10 സ്ലോട്ടുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. മുഹമ്മദ് ഷമിക്ക് പകരക്കാരനെ കണ്ടെത്തണം. വിയാൻ മൾഡറും അഭിനവ് മനോഹറും ഒക്കെ ഇറങ്ങിയ ഒടുവിൽ ഒരു മിഡിൽ ഓർഡർ ബാറ്റർ, ഓൾറൗണ്ട് ഓപ്ഷൻസ് തുടങ്ങി പ്ലാനുകൾ പലതുമുണ്ട്. 21 കോടിയാണ് ഡൽഹിയുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഗുജറാത്തിന്റെ കയ്യിൽ 12 കോടി, ലഖനൌവിന്റെ കയ്യിൽ 22 കോടി, രാജസ്ഥാന്റെ കയ്യിൽ 16 കോടി. മിനി ഓപ്ഷനിൽ ആരൊക്കെ ലാഭക്കച്ചവടം നടത്തും? കാത്തിരുന്നു കാണണം.